നല്ല മഴക്കാറുണ്ട്. ലൈറ്റ് ഇടേണ്ടി വരും. മഴ, വെയിൽ, രാത്രി, പകൽ, കാലാവസ്ഥയ്ക്കൊക്കെ എന്തൊരു മാറ്റം അല്ലേ? നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ ഭായ്. ചെറിയൊരു മഴക്കാറുണ്ടല്ലേ? നമ്മുടെ കാര്യങ്ങളാകെ കുഴയുന്ന മട്ടാണ്. തെളിയുന്നുണ്ട്. ലൈറ്റ് ഇടേണ്ടി വരില്ല. ബായ് ബായ് ദേവന്മാർ, ഭായിയുടെ മുഖത്ത് ചെളി തെറിപ്പിച്ചോമാര്. നമ്മളോട് വരാനുള്ള പയ്യന്മാരെ അവന്മാരെ വെറുതെ വിടരുത്, ഭായി ഇടപെടേണ്ടി വരും. അല്ലെങ്കിൽ നീ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാ. ഭായും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേണോ? നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കേസല്ലേ ഉണ്ട്. ചെക്കന്മാര് എന്നാലും ഒറ്റയ്ക്ക് നീ ധൈര്യമായിട്ട് ചെല്ലടേ. ഞാൻ ഇവിടെ ഇരിക്കല്ലേ, നീ പോടേ. ചീള് കേസുകള് നീ പോയെന്ന് വരട്ടിയാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് വരാം. എടാ നീ ഇവിടെ നില്ലിടെ, ഞാൻ പോയിട്ട് ഇതാ വരുന്നു. ഇവിടെ നില്ല്. ആ ആരത് രാവിലെ തന്നെ കൊണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും ചോദിച്ചല്ലേ. പുതിയ സിനിമ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ സിനിമയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പഠിത്തത്തിൻ്റെ ഇതൊക്കെ ആയിരിക്കും. എക്സാമോ കഴിഞ്ഞോ മോളെ? എന്നെ മോളെ ഒന്നും വിളിക്കണ്ട. നിനക്ക് ഓർമ്മയില്ലേ പണ്ട് നമ്മൾ പാടവരമ്പത്തൂടെ സ്കൂളിലേക്ക് പോയതും കന്നിമാങ്ങ പറിച്ച് നടന്നതും? ഇതൊന്നും നിനക്ക് ഓർമ്മയില്ല? ഇല്ല, ഓർമ്മയില്ല. എന്താ ഇത്? പണ്ട് ചേമ്പിലേയും ചൂട് സ്കൂളിലേക്ക് പോയപ്പോൾ തോട്ടിലേക്ക് നിന്ന് വീണതും ഞാൻ നിന്നെ തൂക്കിയെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയതും അത് ഓർമ്മയില്ല നിനക്ക്? എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞില്ലേ? ശേ, അപ്പം നിനക്ക് അത് ഓർമ്മയില്ല? കുട്ടിക്കാലത്തുള്ള സംഭവങ്ങളൊക്കെ സാധാരണ എല്ലാവരും ഓർത്ത് വെക്കുന്നതാണ്. നിനക്ക് തീരെ ഓർമ്മ കിട്ടുന്നില്ല? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? നാട്ടുകാർ കണ്ട അതും ഇതും പറയും. അവർ പറയട്ടെന്ന്. നാട്ടുകാർ പറയട്ടെ. നാട്ടുകാർ പറയണമല്ലോ. എന്തൊരു കഷ്ടം. യുവന്മാരെ നിന്നെ ശല്യപ്പെടുത്താറുണ്ട്? ഇല്ലേ, ഞാൻ യുവന്മാരൊന്ന് വരട്ടെ. ശില്പ പോകരുത്. വെയിറ്റ്. എന്താടാ നടുറോട്ടിൽ നിന്ന് സേർ വിളിക്കുന്നത്? അണ്ണാ, നമ്മൾ ഒതുങ്ങിന്നല്ലേ അണ്ണാ വിളിക്കുന്നത്. എന്താടാ ചെറിയണ മുടകൾ തന്നെ? എന്താടാ എൻ്റെ ഉദ്ദേശം? ഒരു ഉദ്ദേശമില്ല. അങ്ങനെ അല്ലല്ലോ നിൻ്റെയൊക്കെ ഇപ്പോഴത്തെ രീതികൾ. ഇവിടെ കിടന്ന് അങ്ങനെ ഷൈൻ ചെയ്തെന്ന് നോക്കണ്ട. ഇല്ലണ്ണ, നമ്മൾ വെറുതെ. അത് ശരി. ആ ശില്പ പോകരുത്. മുടകൾ തന്നെ. എന്താടാ ചെറിയ? ഇങ്ങനെയൊന്നും കൂട്ടരുതല്ല. ഒരു തടവ് ചികിത്സ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. കഷ്ടം. ഓക്കെടാ, ഇപ്പിറ്റം ചേട്ടൻ പോയിട്ട് വരാം. ഓക്കെ. ഡേയ്, നീ ആരടുത്താ കളിച്ചേ? നിനക്ക് ഇതിന്റെ വല്ല കാര്യം പണിയാവോ? ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. अरे भाई अब आ गया? बहुत साल से देख रहा हूं मैं. पिक्चर अभी भी बाकी है भाई. लाला भाई आ गया, मेरा दोस्त.
सब कुछ ठीक रहेगा, सब कुछ ठीक रहेगा। लेकिन बहुत साल से मैं ढूंढा उसको, अभी आ गया। मुश्किल नहीं, प्रॉब्लम कुछ नहीं। मैं किधर भी जाएगा वो उधर ही आएगा। चाय पीने का पैसे के बारे में कुछ प्रॉब्लम नहीं है। आ गया मेरा लाला भाई। गाड़ी रुको, रुको। चले। भाई रोटी 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 बहुत साल से मैं ढूंढा, नहीं मिला भाई। ये एरिया पे बहुत काम है भाई, बहुत काम है। इधर का काम बहुत मुश्किल पड़ेगा भाई। मुश्किल 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 पड़ेगा। दे दो, मेरा सूटकेस दे दो. പിന്നെ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കിട്ടുമോ? നാട് മൊത്തം പഴയ തണ്ടി കിടക്കണം. അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല। बहुत साल से मैं कॉल कर रहे, तुम फोन भी नहीं उठा रहे, मेरे को बहुत टेंशन होता। हाँ അതുപോലെ തന്നെ ഞാൻ ഇവിടെ മാത്രം വർദ്ധിച്ചാൽ മതിയോ? കേരളം മൊത്തത്തിൽ വർദ്ധിക്കണം. सब ऑल ओवर इंडिया। എന്തിനടേ ഇത്? वेट करो भाई, पैसा देगा भाई। इतना बार पैसा 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 के पीछे भाग रहे हो। പിന്നെ എന്നോട് എപ്പോഴും ഈ ഹിന്ദി വേണ്ട. 2 ആഴ്ചയായില്ല ഞാൻ അവിടെ വിട്ടിട്ട്, മറന്നുപോയി പലതും. പിന്നെ നമ്മളിവിടെ ഗുണ്ടകളുടെ ഒരു പൂങ്കാവനം വേണ്ടേ? പൂങ്കുണ്ടാവനം, വനം, ഗുണ്ടാവനം, പൂങ്കുണ്ടാവനം. നല്ല എനർജറ്റിക് ആയിട്ട് അയ്യോ ഇച്ചിരി നേരം ഇരുന്നിട്ട് പോവാം. भाई आ गया, तुम टेंशन मत ले लो। ओके, टेंशन मत ले लो। भाई अच्छा है तो बहुत अच्छा आदमी, बुरा है तो बहुत बुरा आदमी। समझ गया? सिरे डे भाई। हाँ हाँ एक्सपेंसिव सिगरेट. थैंक यू मैन। मैं कितना बार बोला ना, अला भाई आएगा हमारा प्रॉब्लम सॉल्व करेगा। अभी सिगरेट आया ना, आया ना। ഒരു സിഗരറ്റ് കത്തിക്കാൻ പോലും അറിഞ്ഞൂടെ ഇത്രയും കാലമായിട്ട്? സിഗരറ്റ് വലിച്ചിട്ട് തന്നെ കാലങ്ങളായി ഭായി, എന്നും ബീഡിയല്ലേ. ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരാൾ തന്നതാ, അല്ലാതെ എൻ്റെ കയ്യിലൂടെ നിന്നാ. ഭായി വേറെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ പെട്ടി തന്നെ ഉണ്ടല്ലോ. ലാലാഭായി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ലാലാഭായി അസിസ്റ്റ് ചെയ്യാൻ റൊട്ടി പിന്നെ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നീ ഇത് വായിച്ചു പഠിക്കാം. ഒരു ഗുണ്ട ഓപ്പറേഷൻ എങ്ങനെ സക്സസ്ഫുള്ളായി ഫിനിഷ് ചെയ്യാം, ഒരു ഗുണ്ടയ്ക്ക് എങ്ങനെ വിജയിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അന്നത് ഇംഗ്ലീഷ് അല്ലേ അണ്ണാ? ആയിരിക്കാം. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടാ. എന്നെ പോലെ തന്നെ മലയാളത്തിൽ തരാം. നോക്കിയിട്ട് മലയാളമാണെങ്കിൽ മലയാളത്തിൽ വായിച്ച് പഠിച്ചു. മലയാളം എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. അണ്ണൻ തന്നെ ഒന്ന് വായിച്ചു തന്നാ മതി. ये बहुत साल से दिल्ली, मुंबई, गुजरात, यूपी पूरा जगह है। മലയാളിയ മലയാളത്തിൽ മതി. പറഞ്ഞില്ലേ, ഞാൻ ഈ ബോംബെ വിട്ടിട്ട് 3-4 ആഴ്ചയായി. ഹിന്ദിയൊക്കെ ആകെ മറന്നു. മലയാളവും എനിക്കല്പം ബുദ്ധിമുട്ടാണ്, എഴുത്തും വായന മാത്രം. मुश्किल नहीं, डोंट वरी मैन। വിദ്യാഭ്യാസ കാലഘട്ടം അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ ആയിരുന്നു. അറിയാമോ? भाई क्यों? എനിക്കല്ല, അച്ഛന്.
അതുകൊണ്ട് പിന്നെ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. സാരമില്ല, നമുക്ക് ഗുണ്ടകൾക്ക് വാമൊഴിയാണ് നല്ലത്. പക്ഷേ ഫയലുകളെല്ലാം നമ്മളങ്ങനെ സൂക്ഷിച്ചു. ഹിസ്റ്ററി ഈസ് കംപ്ലീറ്റ്. വരും തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കും. അവർക്ക് പഠിക്കാൻ, ഉപയോഗിക്കാൻ. എക്സാക്ട്ലി. അതെ, ചലോ ചലോ. ജയക. ഓക്കെ 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 ഓക്കെ. ലാലഭായ്, നമുക്കൊരു ചായ കുടിച്ചാലോ? ആയിക്കോട്ടെ, കടിയും ആയിക്കോട്ടെ. അല്ല അവിടെ ഇട്ടിട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ ഗുണ്ടകൾ കടങ്ങൾ വീട്ടാറില്ല, പകരം മാത്രമേ വീട്ടാറുള്ളൂ. കേട്ട് പഠിക്കേ. വന്ന സ്ഥിതിക്കൊന്ന് പിടിച്ചിട്ട് വരാം. അല്ല അവിടെ വേറൊരു കടമുണ്ട്. ഗുണ്ടകളും പട്ടികളും പെടുക്കുന്നതിലൂടെ അവരവരുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് ചെയ്യുക. ലാലഭായ്, ഒരു ചായ. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അല്ല അത് അവിടുത്തെ കടയിലും പൈസ കൊടുക്കാനുണ്ട്. എങ്കിൽ ഇവിടുന്ന് കുടിക്കാം. അല്ല അവിടെയും പൈസ കൊടുക്കാനുണ്ട്. ശേ, കൂടുതൽ കൊടുക്കാനുള്ള എവിടാ? അതവിടെ. എന്നാ ഇവിടുന്ന് കുടിക്കാം. ആ, അവിടെ നിന്ന് അവിടുത്തെ കടയിലും പൈസ കൊടുക്കാനുണ്ട്. ഏയ്, അവിടെ ഇല്ല. ഞാൻ പേട അതുകൊള്ളാം. കടം കടങ്ങളൊക്കെ മാറും. റൊട്ടി, ഹോങ്കോങ്ങിൽ പോകേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഹോങ്കോങ്ങിൽ പോകേണ്ടി വരും. ബായ്. അപ്പം ബായ് പോവുകയാണല്ലേ? പോയേ മതിയാകും. കല്ലുബായ്, ഹോങ്കോങ്ങിലൊന്നും പോകണ്ട. ഇന്ത്യക്ക് പുറത്തേക്ക് എവിടെങ്കിലും പോ. ഹോങ്കോങ് ഇന്ത്യക്ക് പുറത്തല്ലേ? ഓ, ഇന്ത്യക്ക് പുറത്താ. ആണോ? ഇപ്പൊ അങ്ങനായോ? ആ, കയ്യിലൊന്നുമില്ല തരാൻ. അവശേഷിക്കുന്ന ഈ കൂളിംഗ് ഗ്ലാസ് ഇനി ബായിക്കുള്ളത്. നോ, 1 മിനിറ്റ്. അധികാര കൈമാറ്റമല്ലേ?